സൂര്യ ചെയ്തൊരു പടത്തിന് നമുക്കൊരിക്കലും ഒരു എത്ര റീമേക്ക് ചെയ്താലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയുടെ തുടർച്ചയായിട്ട് സിനിമകൾ ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ ഹിന്ദി റീമേക്ക് വരുമ്പോൾ കുറച്ച് ഡൗൺ ആവുന്നതാണ്. ടോട്ടലി പടം കൊള്ളാം, നല്ല റീമേക്ക് തന്നെയായിരുന്നു, മോശമൊന്നും പറയാനില്ല. സാധാരണ ഈ ഹിന്ദി റീമേക്ക് വരുമ്പോൾ കുറച്ച് ഡൗൺ ആവുന്നതാണ്. ഇവിടെ അങ്ങനെ മോശമൊന്നും പറയാനൊന്നുമില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്. ഹിന്ദിക്കാർക്ക് ഏറ്റവും നല്ലതായിരിക്കും കാണാൻ, അതിനുള്ള എല്ലാം ഉണ്ട്. സുധീര ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതേ കണക്ക് മേക്കിംഗ് ക്വാളിറ്റി എല്ലാം ഉണ്ടായിരുന്നു. GVPയുടെ BG അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. ഏറെക്കുറെ തമിഴിൻ്റെ സാമ്യതയുണ്ട്, പക്ഷേ നല്ലോണം BG ചെയ്തിട്ടുണ്ട്. ടോട്ടലി നല്ല റീമേക്ക് തന്നെയാണ്, മോശമൊന്നും പറയാനൊന്നുമില്ല, കൊള്ളായിരുന്നു. സൂര്യയുടെ പെർഫോമൻസ് നമുക്കറിയാമല്ലോ, അത്രയും ലെവലൊന്നും ഇല്ല, എന്നാലും അക്ഷയ് കുമാർ മാക്സിമം ബെസ്റ്റ് കൊടുക്കാൻ തന്നെ നോക്കിയിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്, മാക്സിമം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ചേട്ടാ നല്ലൊരു ഡീസൻറ്റ് റീമേക്ക് ആയിരുന്നു. ഫസ്റ്റിൻ്റെ അത്രയും വന്നില്ല, നമ്മൾ ഫസ്റ്റ് സൂര്യയുടെ ഒരു ഇത് കണ്ടിട്ട് അതൊരു മാസ്റ്റർ പീസ് ക്ലാസിക് പടമാണ്. പക്ഷെ നല്ല ഡീസൻ്റായിട്ട് റീമേക്ക് ചെയ്ത് എല്ലാവരും റീമേക്ക് സ്റ്റാർ എന്ന് വിളിച്ചാൽ പുള്ളി ഒരു നല്ല റീമേക്ക് കൊണ്ട് തന്നെ തിരിച്ചു വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ, നല്ല പടമാണ്. അക്ഷയ് കുമാറൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പഴയ ഒരു വിൻറ്റേജ് ഇത് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സൂര്യയുടെ ഒരു ഗമിയുണ്ട്, അതൊരു ഇതായിരുന്നു. ഇങ്ങനെ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സൂര്യ ചെയ്തൊരു പടത്തിന് നമുക്കൊരിക്കലും ഒരു എത്ര റീമേക്ക് ചെയ്താലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അമീർ ഖാൻ പോലും അറിയാം, നമ്മൾ ഗജനി ചെയ്താലും അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയില്ല, നല്ലൊരു ഡീസൻറ്റ് റീമേക്ക് ആയിരുന്നു, കൊണ്ടുപോയി എടുത്ത് കുളമാക്കിയില്ല. അതൊക്കെ വെറുതെ തന്നെ. നല്ലൊരു സ്റ്റോറി, നല്ല ഇൻസ്പിറേഷനായിട്ട് നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അക്ഷയ് കുമാർ നല്ല രീതിയിൽ ചെയ്തു, ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു. നല്ല പിന്നെ സുധാകങ്കറുടെ ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തു. നല്ല ക്വാളിറ്റിയോടെ എടുത്തൊരു പടം തന്നെ, അടിപൊളി പടമായിരുന്നു. ഇറങ്ങാം, ഉറപ്പായിട്ട് ഇറങ്ങാം. നമ്മളെ സൂര്യ റിപ്പോർട്ട് അതേ ടെംപ്ലേറ്റ് തന്നെ എടുത്തേക്കുന്നു, ജസ്റ്റ് ക്യാരക്ടേഴ്സ് മാറിയെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ലൊരു ഡീസൻറ്റ് റീമേക്ക് പടമായിരുന്നു. Movie was great, so I'll suggest everyone to go and watch this movie. It's very inspiring movies. Happy to see it. Acting, directions, camera, lights, everything was very perfect. നല്ല സിനിമ തന്നെ. കാരണം നമ്മുടെ തമിഴിലെ സൂര്യ റിപ്പോർട്ടറിൻ്റെ ഹിന്ദി വേർഷനാണ്. എന്ന് പറയുമ്പോൾ തമിഴിൽ അതിൻ്റെ ഒരു അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആ ഒരു ഇതിൽ ചെയ്തു വെച്ചേക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിന് മേളിലോട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല, കാരണം അതിൻ്റെ മാക്സിമത്തിലാണ് സുധാ കോങ്കര ആ സിനിമ ചെയ്തു വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ഒട്ടും പുറകിലോട്ടൊന്നും അല്ല. പിന്നെ ആകെ നമുക്കൊരു അക്ഷയ് കുമാറിൻ്റെ ആ ഒരു കഥാപാത്രം മാത്രം നമുക്കൊരു എന്തോ ഒരു കുറച്ച് ഇതുപോലെ തോന്നും. ബാക്കി ഉർവശി ചെയ്ത വേഷമായാലും ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഥയിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. കാരണം സൗത്ത് ഇന്ത്യയിലെ ഒരു ഇതിൽ നിന്ന് കഥയെ നോർത്ത് ഇന്ത്യയിലോട്ട് പറിച്ചു നട്ടു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഉർവശിക്ക് പകരം സീമ ബിശ്വാസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേത് കണ്ട് അതിൻ്റെ ഏറ്റവും ഒരു എന്ന് പറയുമ്പോൾ 5 ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമയാണ്. അപർണയ്ക്കും സൂര്യയ്ക്കും സുധാ കോങ്കരയ്ക്കും സിനിമയ്ക്കും എല്ലാം അവാർഡ് കിട്ടി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ അതിനേക്കാളും മികച്ചതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ അക്ഷയ് കുമാർ ഈ റീമേക്ക് സിനിമകളിലൂടെയാണ് അദ്ദേഹം ഒരുപാട് ഹിറ്റ് അടിച്ചിരുന്നത്. പിന്നെ ഇത് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏകദേശം ആൾക്കാരും സൂര്യ റിപ്പോർട്ടിൻ്റെ ഹിന്ദി വേർഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ പുള്ളിയുടെ തുടർച്ചയായിട്ട് സിനിമകൾ ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്കിലും വിജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നല്ല ഫിലിമാണ്. മറ്റേ അതേപടി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഒരു അല്പം താഴ്ന്നു പോകാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്.